കഴിഞ്ഞ ദിവസങ്ങളിൽ ബി.ജെ.പിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില വാർത്തകൾ പ്രചരിപ്പിച്ച് വരികയാണ്. അതിൽ ഞാൻ പറയാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടെ അതിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ചില വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ബി.ജെ.പിയുടെ നിലപാട് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ കാണുന്നത്. നമുക്കറിയാം, കേരളത്തിൽ മതത്തെയും വിശ്വാസത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മതത്തെയും വിശ്വാസത്തെയും ഉൾക്കൊണ്ടുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. മതത്തെ ബഹുമാനിക്കുകയും വിശ്വാസങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തുള്ള എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് എല്ലാവർക്കും തുല്യനീതി കൊടുക്കുക എന്നുള്ളതും ബി.ജെ.പിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യമാണ്. ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്നതാണ് ബി.ജെ.പിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം. ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഈ രാജ്യത്തിലെ 140 കോടി ജനതയുടെ ക്ഷേമവും ഐശ്വര്യവും അവരുടെ ഉയർച്ചയുമാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. അത്തരത്തിലുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ മതപരമായിട്ടുള്ള ചിന്തയോ വിവേചനമോ കഴിഞ്ഞ 12 വർഷമായിട്ട് ശ്രീ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഈ രാജ്യത്ത് 20-ൽ പരം വരുന്ന സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി നേതൃത്വം നൽകുന്ന ഭരണകൂടമുണ്ട്. ആ സംസ്ഥാനങ്ങളിലോ ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഭരണപരമായിട്ടുള്ള വിവേചനം ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള ഒരു വിവേചനം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് ഈ കേരളമാണ്. കേരളത്തിലെ ന്യൂനപക്ഷ അവകാശങ്ങൾ പോലും 80:20 എന്ന നിലയിൽ വിവേചിച്ച് നൽകുന്ന ഒരു വിവേചനം ഈ കേരളത്തിൽ നിലനിൽക്കുന്നു. പക്ഷെ ബി.ജെ.പി ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള വിവേചനങ്ങൾ നിലനിൽക്കുന്നില്ല. മുനമ്പം വിഷയം ഉയർന്നു വന്നപ്പോഴും മതപരമായിട്ടുള്ള വിവേചനമാണ്. മതേതരത്വത്തെക്കാൾ ഇവിടെ തട്ട് താണു നിന്നത് മതപരമായിട്ടുള്ള വിവേചനത്തിനാണ്. അതുപോലെ തന്നെ പാലാ ബിഷപ്പിന് നേരെ ആക്രമണമുണ്ടായ സമയത്തും പാലാ ബിഷപ്പിനെ പ്രതിരോധിക്കാനോ അദ്ദേഹത്തെ ന്യായീകരിക്കാനോ ഈ കേരളത്തിലെ മതേതരത്വം പറയുന്ന കോൺഗ്രസിനെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ കണ്ടില്ല. SDPIയുടെ താൽപര്യത്തിനനുസരിച്ച് പാലാ ബിഷപ്പിനെ ഒറ്റാനും ഒറ്റുകൊടുക്കാനുമാണ് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ചേർന്ന് പരിശ്രമിച്ചത്. ഇവിടെയൊക്കെ ബി.ജെ.പിയുടെ നിലപാട് വളരെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടാണ്. മതവിശ്വാസങ്ങൾ സംരക്ഷിക്കാനും മതാചാര്യന്മാരെ സംരക്ഷിക്കാനും ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുണ്ടെന്നും മതമൌലികവാദികളുടെ താൽപര്യത്തിനനുസരിച്ച് ഈ രാജ്യത്തിന്റെ ഭരണകൂടം ചലിക്കാനും പ്രവർത്തിക്കാനും പാടില്ല എന്നായിരുന്നു അന്ന് ബി.ജെ.പിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട്. ആ നിലപാട് ഞാൻ ഈ സമയത്ത് ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ആത്മീയ നേതാക്കളെയും പുരോഹിതന്മാരെയും ആദരിക്കുക, ബഹുമാനിക്കുക, അവരുടെ വാക്കുകൾ കേൾക്കുക, ഇത് ബി.ജെ.പിയുടെ സംസ്കാരമാണ്, ബി.ജെ.പി പിന്തുടരുന്ന മാതൃകയാണ്. അതും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ തന്നെ ആഗ്രഹിക്കുക. അതേ സമയത്ത് ആധ്യാത്മികതയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ കോൺഗ്രസ് കൂടാരത്തിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തൊഴുത്തിലേക്ക് ഏതെങ്കിലും മതവിഭാഗത്തെയോ സമുദായത്തെയോ കൊണ്ടുകെട്ടാൻ ഏതെങ്കിലും ആൾക്കാർ ഒരുമ്പെട്ടാൽ അത് രാഷ്ട്രീയമാണ്. അവിടെ മതവും ആധ്യാത്മികതയുമല്ല, അവിടെ രാഷ്ട്രീയമാണ് ഉയർന്നു വരുന്നത്. അങ്ങനെ ഉയർന്നു വരുന്ന രാഷ്ട്രീയത്തെ രാഷ്ട്രീയപരമായിട്ട് ചോദ്യം ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. ഞങ്ങൾ അതിനെ രാഷ്ട്രീയപരമായിട്ട് ചോദ്യം ചെയ്യും. ഇതാണ് നിലവിൽ കേരളത്തിൽ ഉയർന്നിരിക്കുന്ന വിഷയത്തിൽ ബി.ജെ.പിയുടെ നിലപാട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ബി.ജെ.പി എല്ലാവരുടെയും പാർട്ടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ
ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമൂഹത്തെ ചേർത്ത് പിടിച്ച് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ പ്രവർത്തിക്കുന്ന പാർട്ടി ഇന്ന് BJP ആണ്. അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൽ നിന്നും ആയിരക്കണക്കിന് ആൾക്കാർ ഇന്ന് BJPയിൽ അംഗത്വമെടുക്കാനും BJPയുടെ നേതാക്കന്മാരായിട്ട് പ്രവർത്തിക്കാനും സന്നദ്ധരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. BJP ഇന്ന് വർഗീയമായിട്ടുള്ള ഒരു നിലപാടും BJPക്കുണ്ട് എന്ന് BJP അറിയുന്ന മത നേതാക്കന്മാരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇന്ന് പറയില്ല. ആ രീതിയിലേക്ക് BJP ഒരു ഇൻക്ലൂസീവായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയായി ഈ രാജ്യത്ത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള BJPയാണ് ഇവിടുത്തെ പൊതുസമൂഹത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മതത്തിനും വിശ്വാസത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, ബഹുമാനമുണ്ട്, ആദരവുണ്ട്. മതത്തെയും വിശ്വാസത്തെയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ താൽപര്യത്തിന് വേണ്ടി കൊണ്ടുകെട്ടാൻ ശ്രമിച്ചാൽ അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും എല്ലാവർക്കുമുള്ളതുപോലെ BJPക്കുമുണ്ട്. അത്തരത്തിലുള്ള വിമർശനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഷോൺ ജോർജ് പറഞ്ഞത് ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരായിട്ടാണ്. ആ മാധ്യമ സ്ഥാപനം എഴുതുന്നതും പറയുന്നതും ഒരു മതത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ അഭിപ്രായമാണ് എന്ന ദുർവ്യാഖ്യാനം ഇവിടുത്തെ കോൺഗ്രസുകാരും കോൺഗ്രസിനോട് താൽപ്പര്യമുള്ള ചില മാധ്യമങ്ങളും കാണിക്കുന്നുണ്ട്. അങ്ങനെ ദുർവ്യാഖ്യാനം നടത്താൻ പാകത്തിൽ രാഷ്ട്രീയ താൽപ്പര്യം വെച്ച് മതത്തിന്റെ പേരിൽ പൊതുവെ അറിയപ്പെടുന്ന ഒരു മാധ്യമത്തെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരായിട്ടാണ് ശ്രീ ഷോൺ ജോർജ് പ്രതികരിച്ചത്. ശ്രീ ഷോൺ ജോർജ് ക്രിസ്ത്യാനി എന്നതിനപ്പുറം കത്തോലിക്ക സമുദായത്തിലെ വലിയൊരു വിശ്വാസിയാണ്. BJPക്കകത്തും ശ്രീ ഷോൺ ജോർജ് സമുദായത്തിന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മറ്റു ക്രിസ്ത്യൻ നേതാക്കന്മാരോടൊപ്പം പരിശ്രമിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ മതത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മതത്തിന്റെ പേരിൽ ദുഷ്പ്രചരണം നടത്തുന്ന ഒരു മാധ്യമത്തിനെതിരെയും പ്രതികരിച്ചത് അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അത് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം ഷോണിനുണ്ട്. ഷോണ് അദ്ദേഹത്തിന്റെ ആ സ്വാതന്ത്ര്യം ജനാധിപത്യ രീതിയിലുള്ള ആ സ്വാതന്ത്ര്യമാണ് നിർവഹിച്ചിട്ടുള്ളത്. PC ജോർജ് പൂഞ്ഞാറിൽ അദ്ദേഹത്തിന്റെ ആ പൂഞ്ഞാറിലുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ പ്രാദേശികമായിട്ടുള്ള സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയൊരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ എത്ര വട്ടം വേണമെങ്കിലും നിങ്ങൾക്ക് വിശദീകരണം ചോദിക്കാവുന്നതാണ്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം നിങ്ങളോട് വിശദീകരിക്കും.